അല്ലാഹു റബ്ബുൽ തആല നാം ഈ ഒത്തുകൂടിയത് അവന് പൊരുത്തപ്പെട്ടവരമലായി കബൂൽ ചെയ്യട്ടെ. എല്ലാ നിലക്കും അർഹമായ ഫളിലും അല്ലാഹു രണ്ട് ലോകത്തും നമുക്ക് നൽകട്ടെ. അടുത്താക്കണ്ട ആടുന്നുണ്ട് ഇത് സൗണ്ടിലട്ട ഈ കിടക്കുന്ന മഹദിയുടെ ഹക്ക് ജാഹു ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ മഹത്തായ ആത്മീയ സംഗമത്തിന് വേണ്ടി ഉറൂസ് പരിപാടിക്ക് വേണ്ടി നാളേറെയായി രാപ്പകലില്ലാതെ കട്ടപ്പെട്ട അധ്വാനിച്ച ത്യാഗം ചെയ്ത സഹായിച്ച സഹകരിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് നമ്മുടെ പൈക്ക ജമാഅത്ത് കമ്മിറ്റി, അതുപോലെ തന്നെ പൈക്ക ഉറൂസ് കമ്മിറ്റി, അതുപോലെ തന്നെ നമ്മുടെ പ്രവാസി സംഘടനകൾ, അതിന്റെ നേതാക്കന്മാർ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. എല്ലാ സദുദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇതിനേക്കാളേറെ റാഹത്തിൽ നമ്മയും വേണ്ടപ്പെട്ട എല്ലാവരെയും നാളെ സ്വർഗ്ഗലോകത്ത് അല്ലാഹു ഹിസാബില്ലാതെ ആ മഹാന്മാരെ കൂടെ മഹദിമാരെ കൂടെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ അന്തിയുറങ്ങുന്ന ഒരുപാട് കശ്ഫ് കറാമത്ത് കൊണ്ട് അറിയപ്പെട്ട അള്ളാഹുവിന്റെ പുണ്യാത്മാക്കളിൽ ഏറെ പ്രസിദ്ധപ്പെട്ടവരും അറിയപ്പെട്ടവരും നമ്മുടെ നാടിന്റെ വെളിച്ചമായി അലങ്കാരമായി നമ്മുടെ നാടിന്റെ വലിയ ആത്മീയ സാന്നിധ്യമായി ബർക്കത്തായി മണ്ണിൽ അന്തിയുറങ്ങുന്ന ബീവി മണവാട്ടി ഉമ്മ റളിയല്ലാഹു അൻഹയുടെ പേരിൽ നടത്തപ്പെടുന്ന മഹത്തായ ഉറൂസ് പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അതിമഹത്തായ മതവിജ്ഞാന സദസ്സിന്റെ 3ാമത്തെ ദിവസമാണിന്ന്. ആ മഹദിയുടെ ചാരത്ത് പരിശുദ്ധമായ പള്ളിമുറ്റത്ത് അള്ളാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയതുപോലെ സ്വർഗത്തിന്റെ തോപ്പാകുന്ന ഇൽമിന്റെ സദസ്സിൽ ഒത്തുകൂടാൻ സാധിച്ച ഞാനും നിങ്ങളും വലിയ ഭാഗ്യവാന്മാരാണ്, വലിയ തൗഫീഖ് ലഭിച്ചവരാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, കർമ്മങ്ങൾക്ക് ഏറിയ തൗഫീഖ് അല്ലാഹു തആല നമുക്ക് ധാരാളം പ്രദാനം ചെയ്യട്ടെ. മരണം വരെ അതിനുള്ള അവസരങ്ങളും ആയുസ്സും അറിവും ഓർമ്മശക്തിയും ശബ്ദവും ഇഖ്ലാസും ഇൽമുൻ നാഫിയും എല്ലാം അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. സമയം വളരെ പരിമിതമാണ് എന്നറിയാൻ നാളെയും മറ്റന്നാളെല്ലാം പരിപാടി ഉണ്ടല്ലോ. അതുകൊണ്ട് നീണ്ട ഒരു ഉപദേശം ആഗ്രഹിക്കുന്നില്ല. എന്നാലും 1-2 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അല്ലാഹു ഹക്ക് പോലെ പറയാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ലോകത്തിന്റെ മുഖമൂലകളിൽ മൺമറഞ്ഞു കിടക്കുന്ന അള്ളാഹുവിന്റെ മഹാന്മാർ, അള്ളാഹുവിന്റെ ഔലിയാക്കളവരിൽ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, മലയാളികളുണ്ട്, അല്ലാത്തവരുണ്ട്. പ്രവാചകന്മാരുടെ എണ്ണം പരിമിതപ്പെടുത്തപ്പെട്ടതുപോലെ, പ്രവാചകന്മാരുടെ എണ്ണം ക്ലിപ്തപ്പെട്ടതുപോലെ, പ്രവാചകന്മാരുടെ എണ്ണം നിശ്ചയിക്കപ്പെട്ടതുപോലെ ഔലിയാക്കന്മാരുടെ എണ്ണം പരിമിതമല്ല. കോടാനകോടി ഔലിയാക്കൾ കഴിഞ്ഞുപോയി. അത്ര കണ്ട ഔലിയാക്കൾ ഇന്ന് ലോകത്തെ ഹയാത്തിലുണ്ട്, ഇൻഷാ അല്ലാഹ് ഇനി വരാനുമുണ്ട്. അല്ലാഹു തആല അങ്ങനെയുള്ളവരിൽ നമ്മളെയും പെടുത്തട്ടെ. ആ മഹാന്മാരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഓരോ സന്ദർഭങ്ങളിലും അവർ അള്ളാഹനെ മറക്കാതെ കണ്ട് ജീവിച്ചപ്പോ അവർ നമ്മുടെ കൺമുമ്പിൽ നിന്ന് വിട പറഞ്ഞിട്ട് പോലും അല്ലാഹു തആല അവരെ മറക്കാൻ നമ്മളെ കൊണ്ട് സമ്മതിക്കുന്നില്ല. നിങ്ങൾക്ക് ക്ലിയർ ആണല്ല? സൗണ്ട് എല്ലാം ക്ലിയർ ആണല്ല? എതിർല് പള്ളിയുടെ ബിൽഡിംഗ് ഉള്ളത് കൊണ്ട് നേരെ ശബ്ദം അങ്ങോട്ട് അടിക്കുന്നത് കൊണ്ട് ചിലപ്പോ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറയും. അത് നമ്മളെ സൗണ്ട് ഓപ്പറേറ്ററിന്റെ മിസ്റ്റേക്ക് ഒന്നുമല്ല. നല്ല ഓപ്പറേറ്ററാണ്, കഴിവുള്ളവനാണ്. അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. നല്ല സൗണ്ടുമാണ്. അല്ലാഹു കുടുംബത്തിൽ ബർക്കത്തും ചെയ്യും. പിന്നെ നമ്മളെ പോലത്തെ പ്രഭാഷകന്മാർ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഓർക്കൊരു പേടിയുമാണ്. എന്ത് ചെല്ലാം, ഒന്നും ചെല്ലാനില്ല. മാഷാ അല്ലാഹ് റാഹത്താണ്. പിന്നെ സൗണ്ട് കുറെ ഇങ്ങനെ ഒരു സ്പ്രെഡ് ആകുന്നത് അത് ഈ ബിൽഡിങ്ങിന്റെ ഒരു പ്രശ്നമാണ്. കുറച്ച് സൗണ്ട് ലൈറ്റ് ആക്കിയാൽ മതി, അപ്പൊ ക്ലിയർ ആവും. ഏതായാലും അൽഹംദുലില്ലാഹ് മഹദിയുടെ ചാരത്ത് നല്ലവരായ മുഅ്മിനീങ്ങൾ ഒത്തുകൂടിയ ഈ മജ്ലിസിൽ സംഗമിക്കാൻ സാധിച്ചതിൽ ഈ വിനീതന് വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്. ഇത് വലിയൊരു ബർക്കത്തുള്ളൊരു പരിപാടിയാണല്ലോ. ഇത് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചതുപോലെ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് പോലെ ഇതൊരു വേണ്ടാവൃത്തിയോ ഒരു അനാചാരമൊന്നും അല്ല.
അള്ളാന്റെ മഹാന്മാരുടെ പേരിലുള്ള ആണ്ടനുസ്മരണ പരിപാടികൾ, ഉറൂസ് പരിപാടികളെ കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് കാശുണ്ടാക്കാനല്ല. അതും നമ്മുടെ ഉദ്ദേശമല്ല, അതും നമ്മുടെ ലക്ഷ്യമല്ല. കാശുണ്ടാവും, അതിന്റെ ബാക്കിൽ നിന്ന് വന്നോളും. കാശ് ചെലവും ഉണ്ടല്ലോ. പള്ളിയിലേക്ക് കാശ് വേണം, മറ്റു കാര്യങ്ങൾക്കൊക്കെ പൈസ വേണം. പൈസ ഇല്ലാണ്ട് ഇപ്പൊ എന്താ ഇവിടെ നടക്കുക ലോകത്ത്? പൈസ ഇല്ലാതെ കണ്ട ലോകത്ത് ഒരു കാര്യം നടക്കുന്നില്ല. ദുനിയാവിന്റെ കാര്യമാണെങ്കിലും ആഖിറത്തിന്റെ പല കാര്യങ്ങൾക്കും പൈസ വേണം. പള്ളി ഉണ്ടാക്കാൻ പൈസ വേണ്ടേ? നമ്മുടെ മഹദിയുടെ മക്കാമിന്റെ പരിസരം ഇൻഷാ അല്ലാഹ് അത് വളരെ മനോഹരമായ നിലക്ക് ആ മഹദിയുടെ എല്ലാ സ്ഥാനത്തോടും ബഹുമാനത്തോടും യോജിക്കുന്ന നിലക്ക് തന്നെ അത് വിപുലീകരിക്കപ്പെടാനും പുനരുദ്ധരിക്കപ്പെടാനും നൂതനമായ കെട്ടിടം ഉണ്ടാക്കാനും നമ്മുടെ കമ്മിറ്റിക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ ചെലവുണ്ട്, വലിയ പൈസ വേണം. അപ്പൊ പൈസ ഇല്ലാത്തൊരു കാര്യം ലോകത്ത് നടക്കുന്നില്ല. എല്ലാത്തിലും നിങ്ങൾ സഹകരിക്കുകയും വേണം. പക്ഷെ നമ്മുടെ ഇത്തരം ആത്മീയ സദസ്സുകൾ കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് പൈസ അല്ല, നമ്മുടെ പരലോകമാണ്. ഇതുകൊണ്ട് നമ്മുടെ ഏക ഉദ്ദേശം പരലോകമാണ്. നമ്മുടെ ആഖിറം രക്ഷപ്പെടണം, നമ്മുടെ പരലോകം രക്ഷപ്പെടണം, നമ്മുടെ ദുനിയാവ് രക്ഷപ്പെടണം. നാളെ അല്ലാഹുവിന്റെ ലോകത്തേക്ക് മരിച്ചു പോകുമ്പോ പടച്ചറബിനെ കാണാനുള്ള അവസരം ഇത്തരം കാര്യങ്ങളെ കൊണ്ടുണ്ടാകണം എന്ന് കരുതിയിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ദിക്റിന്റെയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കുന്നത്. ഇത് വലിയ ദിക്റിന്റെ മജ്ലിസാണല്ലോ. ഏറ്റവും വലിയ ദിക്ർ ഇൽമു പറയലാണ്, ഇൽമു കേൾക്കലാണ്. ഇൽമു പറയുക, ഇൽമു കേൾക്കുക എന്നത് ഏറ്റവും വലിയ ദിക്റാണ്. ലോകത്ത് ഏറ്റവും വലിയ ദിക്റാണ്. ഹബീബായ നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു, അതേ ഇബാദത്തിന്റെ മജ്ലിസ് ഒരു ഭാഗത്ത്, ഇൽമു പറഞ്ഞു കൊടുക്കുന്ന മജ്ലിസ് ഒരു ഭാഗത്ത്, ഏത് മജ്ലിസാ നബിയെ ശ്രേഷ്ഠമാക്കപ്പെട്ടത് എന്ന് ചോദിച്ച നേരം മുത്തുനബി തങ്ങൾ പച്ചക്ക് പറഞ്ഞു, ഇൽമിന്റെ മജ്ലിസാണ്. കാരണം ഇൽമുണ്ടെങ്കിലേ അമലുള്ളൂ. ഇൽമില്ല എന്ന് കണ്ടാൽ അവിടെ അമലില്ല. ഏതൊരു അമലും അതിന്റെ മട്ടം പോലെ നിർവഹിക്കണമെങ്കിൽ ഇൽമു വേണമല്ല. തലകുത്തി മറിഞ്ഞതുകൊണ്ട് നിസ്കാരമാകുന്നില്ല. പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടന്നതുകൊണ്ട് നോമ്പാകുന്നില്ല. ഊട്ടിക്ക് പോകും പോലെ, മൈസൂർക്ക് പോകും പോലെ ഒരു യാത്ര പോയിട്ട് മക്കത്തേക്ക് പോയിട്ട് വന്നതുകൊണ്ട് ഹജ്ജാകുന്നില്ല. എങ്ങനെയോ കാശെടുത്ത് കൊടുത്തത് കൊണ്ട് സക്കാത്തുവാകുന്നില്ല. അതിൻ്റെതായ നിയമങ്ങൾ അറിഞ്ഞ്, ഷർത്തുകൾ അറിഞ്ഞ്, ഫർളുകൾ അറിഞ്ഞ്, അതിന്റെ വിധി വിലക്കുകളെല്ലാം മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോഴാണ് അത് അമലാകുന്നത്, നിസ്കാരമാകുന്നത്, നോമ്പാകുന്നത്, സക്കാത്താകുന്നത്, ഹജ്ജാകുന്നത്. അങ്ങനെയുള്ള ഏതൊരു അമലും നമ്മൾ ചെയ്യണമെങ്കിൽ അതിനാദ്യം വേണ്ടത് ഇൽമാണ്. അപ്പൊ ഇൽമെന്നതാണ് വലിയ കാര്യം. അങ്ങനെയുള്ളൊരു മജ്ലിസാണിത്. ഈ ഉറൂസ് കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നതും ഇങ്ങനെയുള്ള ആത്മീയമായ കാര്യങ്ങളാണ്. വയല് കേൾക്കുക, മഹാന്മാരുടെ ചരിത്രങ്ങൾ പറയുക, അവരെ സിയാറത്ത് ചെയ്യുക, അവിടെ ഖുർആൻ ഓതുക, അവരെ തവസ്സുലാക്കി ദുആരക്കുക, അവരുടെ പേരിൽ അന്നദാനം നടത്തുക, അവരുടെ പേരിൽ സ്വതക്ക കൊടുക്കുക. ഇതാണല്ലോ ഉറൂസ് കൊണ്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം പുണ്യകരമായ അമലുകളാണ്. എല്ലാം വിശുദ്ധ ഖുർആനിലും തിരുഹദീസിലും പറയപ്പെട്ടതാണ്. ദാനധർമ്മമായാലും സ്വതക്കയായാലും ഏത് കാര്യമായാലും ഇൻഷാ അല്ലാഹ് ഞങ്ങളെ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യമായാലും അള്ളാന്റെ ലോകത്ത് അള്ളാന്റെതാണ് എന്ന് പറയാനുള്ളത് വിശുദ്ധ ഖുർആനും അള്ളാന്റെ പള്ളിയും മാത്രമാണല്ലോ. അല്ലേ അല്ലേ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞൊന്നും തിരിയുന്നില്ലെന്ന് തോന്നുന്നില്ലേ? സൗണ്ടിന് കുറച്ച് കനം കൂടി തോന്നുന്നില്ലേ? എനിക്ക് തിരിയുന്ന തലാട്ടൊന്നുമില്ല, ദമ്മ് പിടിച്ചിട്ട് ഇരുന്നിന് ഇങ്ങനെ ബടി പോലെ റിലാക്സ് ആയിട്ട് ഫ്രീ ആയിട്ടിരിക്കുക. പിന്നെ മജ്ലിസ് കാണുമ്പോ ഒരു റാഹത്തില്ല കേട്ടാ. മജ്ലിസ് ഇത് ഇൽമിന്റെ മജ്ലിസാണ്. ഇത് മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയത് സ്വർഗത്തിന്റെ തോപ്പുന്ന. സ്വർഗത്തിന്റെ തോപ്പായത് ഹൂറുല്യങ്ങൾ വരുന്നത് കൊണ്ടോ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു വാതിൽ തുറക്കപ്പെട്ടത് കൊണ്ടോ അല്ല. ഇത് ഇൽമിന്റെ മജ്ലിസ് ആയതുകൊണ്ടാണ്. സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭൂതികളും ഖൈറും ബർക്കത്തും ചൊരിക്കപ്പെടുന്ന ഒരു മജ്ലിസാണിത്. ഇത് സാധാരണ മജ്ലിസല്ല. അപ്പൊ ആ മജ്ലിസിനോട് ഒരു ആദബും ഒരു ബഹുമാനവും. ഇവിടെ നിങ്ങളെ കൂടെ ഇരുന്നിട്ട് ആമീൻ ചെല്ലാൻ, ആർക്കോ ആമീൻ ചെല്ലാനല്ല, നിങ്ങൾക്ക് വേണ്ടി ആമീൻ ചെല്ലാൻ, നിങ്ങളെ കൂടെ ആമീൻ ചെല്ലാൻ അള്ളാന്റെ നല്ലവരായ മുഖറബീങ്ങളായ മലായിക്കത്തീങ്ങൾ ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾ ചവിട്ടിയ കാലിന്റെ അടിയിലുള്ള മണ്ണ് കല്ല് പൊടി പോലും നിങ്ങൾക്ക് ഈ സമയം അള്ളാനോട് ദുആരക്കുന്നു. കാരണം നിങ്ങൾ അള്ളാന്റെ സ്വർഗത്തിന്റെ ഒരു തൊപ്പിലാണ്. ഇത് ചെറിയൊരു മജ്ലിസ് അല്ല. പക്ഷെ ആ മജ്ലിസിനോട് വലിയ ആദബ് വേണം നമുക്ക്.
വലിയ ബഹുമാനം വേണം, അതിനോട് വലിയ അദബ് വേണം. അദബെന്നത് ഇസ്ലാമിന്റെ കാതലാണ്, കാമ്പാണ്. അദബെന്നത് എല്ലാ ഈമാനാണ്, അമലുകളും കർമ്മങ്ങളും പിന്നെയാണ്. അദബെന്നത് വലിയ കാര്യമാണ്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക. അത് പള്ളിയായാലും മക്ബറകളായാലും ആലിമീങ്ങളായാലും വഅലിന്റെ സദസ്സായാലും വിശുദ്ധ ഖുർആനായാലും തങ്ങന്മാരായാലും ബഹുമാനിക്കപ്പെടേണ്ടവരെ നല്ലോണം ബഹുമാനിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള അള്ളാന്റെ ശിആറുകൾ, ഇങ്ങനെയുള്ള അള്ളാന്റെ ശിആറുകൾ ഇതല്ലാന്റെ ഏറ്റവും വലിയ അടയാളങ്ങളാണ്. ഇത് ഈമാനിന്റെ ഏറ്റവും വലിയ സിമ്പിളുകളാണ്. ഇത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കാര്യങ്ങളാണ്. പള്ളികളായാലും മദ്രസകളായാലും മക്കാമുകളായാലും മക്ബറകളായാലും ഇതുപോലെയുള്ള മജ്ലിസുകളായാലും അതൊക്കെയും അല്ലാഹുവിന്റെ ശിആറുകളാണ്. പടച്ച റബ്ബ് പച്ചക്ക് പറഞ്ഞല്ലോ നമ്മളോട്. പിന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാ, ومن يعظم شعائر الله فإنها من تقوى القلوب. അള്ളാന്റെ ശിആറുകളെ ബഹുമാനിക്കുക, അതിനോട് നല്ല അദബും ഗുരുത്വവും കാട്ടുക, അതിനെ നല്ല നിലക്ക് ആദരിക്കുക എന്നത് മിൻ തഖ്വൽ ഖുലൂബ്, അത് ഞങ്ങളെ ഹൃദയത്തിന്റെ ഈമാനിൽപ്പെട്ടതാണ്. അദബെന്നത് മസ്റ്റാണ്. അദബെന്നത് ആദ്യം വേണം, പിന്നെയാണ് ഇബാദത്ത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ ശിഷ്യന്മാരായ ലോകം കണ്ട നല്ലവരിൽ നല്ലവരായ ഔലിയാക്കന്മാരിൽ പ്രഥമസ്ഥാനീയരായ ആ സഹാബത്തുൽ കിറാമിന് ആദ്യം പഠിപ്പിച്ചത് നിസ്കാരത്തെ പറ്റിയല്ല, നോമ്പിനെ പറ്റിയല്ല, സ്വർഗ നരകത്തെ പറ്റിയല്ല. ആദ്യമായിട്ട് സഹാബത്തിന് മുത്തുനബി തങ്ങളെ പഠിപ്പിച്ചത് എന്തറിയാ? തഅല്ലമുൽ അദബ ഖബലൽ ഇൽമി. ഇൽമ പഠിപ്പിക്കുന്നതിന് മുമ്പ്, ദീന പഠിപ്പിക്കുന്നതിന് മുമ്പ്, ഈമാനും ഇസ്ലാമും പഠിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് സഹാബത്തിന് മുസ്തഫായ നബി തങ്ങളെ പഠിപ്പിച്ചത് അദബാണ്, മര്യാദയാണ്, ബഹുമാനമാണ്. അതാദ്യം വേണം. ഇന്നിപ്പോ വർത്തമാന കാലഘട്ടത്തില് ഇല്ലാതെ പോയതും അതാണ്. ബാക്കിയെല്ലാം ഉണ്ട്. നിസ്കരിക്കാത്ത ചെക്കന്മാരാര്, നിസ്കരിക്കാത്ത വയസ്സന്മാരാര്, നോമ്പില്ലാത്ത മനുഷ്യന്മാരാര്, ഖുർആൻ ഓതാത്ത ആൾക്കാരാര്, എല്ലാവർക്കും ഇബാദത്തുണ്ട്, പക്ഷെ ബഹുമാനമില്ല. അലിമീങ്ങളെ കാണുമ്പോ ബഹുമാനമില്ല, തങ്ങന്മാരോട് ബഹുമാനമില്ല. നാടിന്റെ ഉമറാക്കളാണല്ലോ, നാടിന്റെ നേതൃത്വമാണല്ലോ കമ്മിറ്റിക്കാർ, വയസ്സന്മാര്, അവരോട് ബഹുമാനമില്ല, മഹാന്മാരോട് ബഹുമാനമില്ല. പള്ളിയായാലും മക്ബറകളായാലും എന്ത് തന്നെയായാലും ഇന്നത്തെ കാലത്തുള്ള മനുഷ്യന്മാർക്ക് പുല്ലാണ്, പാടില്ല. അള്ളാന്റെ സുഖലോക സ്വർഗത്തില് വർഷങ്ങളോളം കഴിഞ്ഞ അസാസീലിന് പിന്നീട് ഒരു സുപ്രഭാതത്തിൽ സ്വർഗത്തിന്റെ പടിയടച്ച് പിണ്ടം വെച്ചിട്ട് കാലാകാലം അവനെ ലാനത്തിട്ട് പുറത്തിടാനുള്ള കാരണം എന്തറിയാ? ഇബാദത്തിന്റെ കമ്മിയല്ല, അവന്റെ ഇൽമിന്റെ കുറവല്ല. അവന് നല്ലോണം ഇബാദത്ത് ഉണ്ടായിരുന്നു. അസാസീൽ അലൈഹിസ്സലാം ചൊല്ലിയിട്ടുണ്ട്. ഓന്റെ ശരിക്കുള്ള പേര് അങ്ങനെയാണ്, ഓന്റെ ഐഡന്റിറ്റി കാർഡിലുള്ള അങ്ങനെ, ഓന്റെ ആധാർ കാർഡിലെ നിയമം അങ്ങനെയാണ്, അസാസീൽ. ആരാണ് ഈ അസാസീൽ? അസ്രായിലിന്റെ ഉസ്താദ്, ജിബ്രീലിന്റെ ഉസ്താദ്, കോടാനക്കോടി മലായിക്കത്തീങ്ങളെ ഉസ്താദാണ്. അപ്പൊ പാണ്ഡിത്യമില്ലാത്ത വെറും പൊട്ടല്ലല്ലോ, ഉറപ്പല്ലേ? അവർക്ക് ഉസ്താദാവണമെങ്കിൽ നല്ല പാണ്ഡിത്യം വേണ്ടേ? അതോടൊപ്പം നല്ല യോഗ്യതയുള്ള ആളായിരുന്നു. സുഖലോക സ്വർഗത്തിന്റെ കാവലുകാരനായിട്ട് അല്ലാഹു തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. സുബ്ഹാനല്ലാഹ്. മഹാന്മാർ വിശദീകരിക്കുന്നു, മുത്തുനബി തങ്ങളെ ഹദീസ് മഹാന്മാർ പറയുകയാണ്, അവൻ സുജൂദ് ചെയ്യാത്ത ഒരിടം, അവൻ അല്ലാഹുക്ക് സുജൂദ് ഇടാത്ത ഒരു സ്ഥലം, അവൻ സാഷ്ടാംഗം നമിക്കാത്ത ഒരിടം അല്ലാഹുവിന്റെ വിശാലമായ സ്വർഗലോകത്ത് ഒരിഞ്ച് പോലും ബാക്കിയില്ല. ഞങ്ങളെ പോലെ എപ്പെങ്കിലും ഒരിക്കൽ സുജൂദിട്ട ആളല്ല അയാൾ.
അവൻ ഞങ്ങളെപ്പോലെ എപ്പോഴെങ്കിലും ഒരു സുജൂദ് ഇടുന്നയാളല്ല. ധാരാളം അല്ലാഹുക്ക് സുജൂദ് ചെയ്ത ആബിദാണ്, നല്ലോണം ഇൽമുള്ള ആലിമാണ്. എന്നിട്ട് എന്തായി അറിയാ, ഈ അസാസീൽ എന്ന വ്യക്തിയെ വക്കാന മിനൽ ജിന്നി, ആരുമാകട്ടെ ആ വ്യക്തിയെ വരുന്നവരെല്ലാം വരും, പോകുന്നവരെല്ലാം പോകും. നിങ്ങൾ എന്നെ നോക്കി, ഞാൻ ഇത് പറയുന്ന തന്നെ നിങ്ങളോട്. കാരണം എന്താ, ഇത് സ്വർഗത്തിന്റെ തൊപ്പാണ്. ഇത് തന്നെയാണ് എന്റെ വിഷയം. ഈനോടൊരു അതപും പോകാനോ, ഇതൊരു പുള്ളന്മാരെ കളിയല്ല, ഇതൊരു ഡേണേറ്റ് മാച്ച് അല്ല. ഇനി ഇരിക്കുമെന്നുള്ളൊരു അതപം ഗുരുത്വത്തിൽ വേണം. കാരണം എന്താ പറഞ്ഞാ, ഈ ഇരുത്തം സ്വർഗത്തിന്റെ തൊപ്പില. ഇന്നത്തെ സുബഹി മുതൽ ഈ നിമിഷം വരെ 9 മണി വരെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കാലുകൊണ്ട്, കൈകൊണ്ട് ഞാനും നിങ്ങളും തെറ്റ് ചെയ്തവരാണ്. നാളെ റബ്ബ് തആല ഞങ്ങളോട് പരലോകത്ത് ചോദ്യം ചെയ്യുമ്പോ, ഹിസാബ് ചെയ്യുമ്പോ, ഇന്നത്തെ നാളിന്റെ ഓരോ നിമിഷങ്ങളെ കുറിച്ച്, സമയത്തെ കുറിച്ച് നാളെ റബ്ബ് ചോദ്യം ചെയ്യുമ്പോ, ഒരു വേള ഞങ്ങൾക്ക് നല്ലത് പറയാനുണ്ടാവേല. കൈകൊണ്ട്, കാലുകൊണ്ട്, കണ്ണുകൊണ്ട്, കാതുകൊണ്ട് തെറ്റ് ചെയ്തവരാണ്. എന്നാൽ ഈ 9 മണി മുതൽ ഈ പരിപാടി തീരുന്നത് വരെ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ കണ്ണുകൊണ്ടോ, കാലുകൊണ്ടോ, കൽബുകൊണ്ടോ, കൈകൊണ്ടോ, കാതുകൊണ്ടോ തെറ്റ് ചെയ്യുന്നില്ല. ഏറെ കൂലിയുള്ള പോരിശയാക്കപ്പെട്ട പവിത്രമായ ഒരു അമല് ചെയ്യുകയാണ്, ഒരു ദിക്റിൽ ഏർപ്പെടുകയാണ്, ഒരു ഇബാദത്തിൽ ഏർപ്പെടുകയാണ്. അതാണ് ഈ സ്വർഗത്തിന്റെ തോപ്പില് നടക്കുന്നത്. അപ്പൊ ഈനോട് വലിയ ബഹുമാനം വേണോ? അതാ ഞാൻ പറഞ്ഞു വന്ന്, കാലങ്ങളേറെ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ സുജൂദ് ചെയ്ത അബീദാണ് അസാസീൽ. കോടാനക്കോടി മലായികത്തീങ്ങളെ ഉസ്താദാണ് അസാസീൽ. വലിയ ഇൽമുണ്ട്, നല്ലോണം ഇബാദത്തുണ്ട്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അല്ലാഹുവിനെ എന്ത് ചെയ്തറിയാ? കടക്കടോ പുറത്തു പുറത്തു, സുഖലോക സ്വർഗത്തിന്റെ പടിയടച്ച് പിണ്ടം വെച്ച് ഗത്തിൽ പഠിച്ച് അവനെ അതാ കാലാകാലമല്ല പുറത്തിട്ടു. അവനിനി സ്വർഗം ഹറാമാണ്. അവൻ ചെയ്ത അപരാധം എന്താ? അവൻ ചെയ്ത തെറ്റെന്താ? സുജൂദ് ചെയ്യാത്തവനാണോ? ഇബാദത്തില്ലാത്തവനാണോ? ഞങ്ങളെപ്പോലെ എപ്പെങ്കിലും ഒരിക്കൽ തോന്നിയപ്പോ നിസ്കരിച്ചവനാണോ? അറിവില്ലാത്തവനാണോ? അല്ലേ അല്ല. പിന്നെയാ അല്ലാഹ് ആദരിച്ച ആദമിനെ, അല്ലാഹ് ആദരിച്ച ആലിമായ ആദമിനെ, അല്ലാഹ് ആദരിച്ച വ്യക്തിയെ അല്ലാഹ് ബഹുമാനിച്ച കാര്യത്തെ അവൻ ബഹുമാനിച്ചില്ല. അതില്ലാത്തവൻ മുഅ്മിനല്ല. ഇവരെന്നത് നമുക്ക് പറ്റിയ സ്വഭാവമല്ല. അപ്പൊ ഈനോട് വലിയ ബഹുമാനം വേണം. സ്വർഗലോകത്തിന്റെ പടിയടച്ചിട്ട് കാലാകാലം അവന് മാപ്പില്ല, അവന് മാപ്പില്ല. ആർക്കല്ല പുറത്താലും ഇബ്ലീസിനല്ല പുറക്കാല. എന്തോ ചെയ്ത് തെറ്റ്. ഇത് നിസ്കരിക്കാണ്ടിരുന്നവൻ എത്ര സുജൂദിട്ടറിയോ? കുറച്ചൊന്നുമല്ല, ഇമാം അമീറുൽ മുഹദ്ദിസീങ്ങളുടെ അമീറായ മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളെ ഫത്തുൽ ബാരിയിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. വെറുതെ പറയല്ല, പേജ് നമ്പർ പറയുന്നില്ല. ചിലപ്പോ തെറ്റിയാലോ, ചിലപ്പോ തെറ്റിയെങ്കിൽ ആ നാളെ കളിപ്പ് വരും, പൊട്ടാ മരം പൊട്ടാ നിറഞ്ഞിട്ട്. അവ പേജ് പറയുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, മനുഷ്യന്മാരല്ലേ, 30 നിന്ന വാഹിയല്ലേ, അപ്പുറം പ്രാവാലോ 1362 എന്ന് പറയേണ്ടടുത്ത് 1312 ആയി പോയെങ്കില നാളെ പിന്നെ നിങ്ങൾക്ക് ക്ലിപ്പാക്കാൻ നല്ല ഓക്കേലായി. നിങ്ങളെ വിഷയമല്ല, അല്ല ഉദാഹരണം പറഞ്ഞു. ഇന്നിപ്പോ മനുഷ്യന്മാർക്ക് അതാണല്ലോ പണി. നല്ലതൊന്നും ഷെയർ ആക്കാനോ സെൻഡാക്കാനോ പറയാനോ ആലോചിക്കാനോ നമുക്ക് സമയമില്ല. നമ്മ വേണ്ടത്തെ കാര്യങ്ങൾ കേൾക്കാനും അതിൽ കൂടാനും അത് പങ്കുവെക്കാനും അത് ഷെയറാക്കാനും സെൻഡാക്കാനും ഭയങ്കര കേമന്മാരാണ്. അല്ലാഹു തആല ഞങ്ങളെ നല്ല ബർക്കത്തുകൊണ്ട് നന്നാക്കട്ടെ. അല്ലാഹു ഞങ്ങളെ നല്ല ബർക്കത്തുകൊണ്ട് നന്നാക്കട്ടെ. ഇതിന്റെ സൗണ്ട് ഇല്ല, നീ കുറച്ച് ബാക്ക് വെച്ചിട്ട് ഇതിന്റെ സൗണ്ട് ഒന്ന് കൂട്ട് പ്ലീസ്. കുറച്ച് ബാക്ക് വെക്ക് എന്നൊരു സൗണ്ട് കൂട്ട്. ഇതിന്റെ ഉള്ളിലെ പോകുന്നു വിസ്കുന്ന കാറ്റ്. ഇത് എനക്ക് കേൾക്കണോ? അത് എനക്ക് കേൾക്കാനാണ്, അല്ലാണ്ട് ആകാശത്തിലുള്ളവർക്ക് കേൾക്കാനല്ല. അതിന് കുറച്ച് ബാക്ക് ആക്കാം.
സൗണ്ട് നല്ല ക്ലിയർ ഉണ്ട്. അത് നമുക്ക് സൗണ്ട് ഇല്ല, അതാണ് ഈ പ്രശ്നം. നീ ഉള്ളോടൊക്കെ എല്ലാം കൊണ്ടോടാ, ഞാൻ ചെല്ലിയ പോലെ ആക്കിയും ക്ലിയറാ. അതാണ് മിസ്റ്റേക്കാ. നിങ്ങൾ എല്ലാം ബാക്കാക്കി അങ്ങനെ വെച്ചോ. നിങ്ങൾക്ക് വേണ്ടി പോലെ വെച്ചാൽ നമുക്ക് തിരുന്ന കാണാൻ. എല്ലാം സൗണ്ട് ഈന് കൂട്ടതിന് കൂട്ടാണ്. അത് ധാരാളമാണ്. അൽഹംദുലില്ലാ, അത് ധാരാളം. നല്ല കണ്ടീഷൻ ഉണ്ട്, ക്ലിയർ ഉണ്ട്. നമുക്ക് നല്ലോണം ആർക്കേണ്ടി വരുന്നു. നമുക്ക് സാവധാനത്തിൽ പറയുമ്പോൾ നല്ല ഇൻഷാ അല്ലാഹ് അത് ശരിയാവും. നീ ബേജാറാണ്ട, ക്ലിയർ ആവും. അത് അമ്മിങ് അല്ലാവും, പിന്നെ ക്ലിയർ ആവും. അടിയിലെല്ലാം കുറച്ച് പുറത്തിട്ട് ഒരു സ്മൂത്ത് ആക്കും. അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ഈ പേടിക്കണ്ട, എന്തോ ആവല്ല, നീ എന്തോ ആക്കണ്ട, എന്ത് പേടിക്കണ്ട. ഞമ്മന്നല്ല സാറില്ല, അവർക്ക് വലിയ പേടിയാ. നമുക്ക് ചെല്ലാതിരിക്കാൻ കഴിയാതെ, കാരണം നമുക്ക് ചെല്ലാൻ നമ്മളെ കൊണ്ടല്ലേ. എന്തെങ്കിലും ഓരോ നാൾ വെച്ചു. പിന്നെ ഒന്നാമത് നിങ്ങൾ പൈസ കൊടുക്കുന്നില്ലേ, രണ്ടാമത് ഓറും അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഓറൊക്കെ കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ എത്ര നേരം ഇവിടെ വിട്ടിരിക്കുന്നു. ചിലപ്പോൾ ചോറും വെച്ചിട്ടുണ്ടാവേല. അത് എല്ലാവർക്കും ചേലാവണം, അതാണ് അതിന്റെ റാഹത്ത്. കുറ്റപ്പെടുത്തുന്നതല്ല. എന്തിനു കുറ്റപ്പെടുത്തണോ? ഓരോരുത്തരുടെ ത്യാഗം ചെറുതാണോ? ഇപ്പൊ ഇവിടെ സ്വാഗതം പറഞ്ഞിട്ട് പോയ ആള്, അയാൾ ഒരു മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട്, അയാൾ പേരെന്ത്, അയാൾ അവിടെ ഇരുന്നിട്ട്, അയാൾ ഒരു മിനിറ്റ് അയാൾ ഇരുന്നിട്ട്, കാരണം അവർ അത്ര കഷ്ടപ്പെടുന്നുണ്ട്, അത്ര ത്യാഗം ചെയ്യുന്നുണ്ട്. അയാളോട് സ്വാഗതം പറഞ്ഞിട്ട് പോയ മനുഷ്യനാണ്. അയാൾ ഇവിടെ ഇരിക്കേണ്ട ആളാണ്, റൂസ് കമ്മിറ്റി ചെയർമാനാണ്. ഞാൻ ഇത് ആരും ചെറുതാക്കുന്നില്ല. അവർക്ക് അത്ര ത്യാഗങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അവരുടെ ത്യാഗങ്ങളൊന്നും ചെറുതല്ല. അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം എല്ലാവർക്കും നൽകട്ടെ. പറഞ്ഞു വന്നത്, നല്ല പോലെ കേട്ടോ എന്റെ പിരിശപ്പെട്ട ബാല്യക്കാരെ കേട്ടോ. പരിശുദ്ധ ദീനിന്റെ നട്ടല്ലായി, ഈ ദീനിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായി മുന്നിലുള്ളതായ ഞങ്ങളെ ചെറുപ്പക്കാർ, അവരാണല്ലോ നമുക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ. അവരാണല്ലോ ഞങ്ങളെ ദീനിന്റെ നട്ടല്ല. അവരാണല്ലോ ഞങ്ങളെ ദീനിന്റെ ഏറ്റവും വലിയ ധൈര്യം. അവർ നന്നായി കഴിഞ്ഞാ പിന്നെ എല്ലാം നന്നായി. ഹബീബായ നബി തങ്ങളെ ചേർത്ത് പിടിച്ച വിഭാഗമാണ് ബാല്യക്കാർ. ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ഞങ്ങളെ ബാല്യക്കാരെ പറ്റി ചിന്തിക്കുമ്പോ, സമുദായ യുവ സമൂഹത്തെ പറ്റി പറയുമ്പോ, സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ഖേദമുണ്ട്. ഈ പറയുന്നത് ബാല്യക്കാരോട് മാത്രമല്ല, എല്ലാവരോടും കൂടെയാ. പറഞ്ഞു വന്നത്, ഇന്നെല്ലാവർക്കും നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഓത്തുണ്ട്, ബൈത്തുണ്ട്, സിയാറത്തുണ്ട്, വഅലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ബഹുമാനമില്ല. ബഹുമാനിക്കേണ്ടവരെ എങ്ങനെ ബഹുമാനിക്കണമെന്ന്, ആദരിക്കേണ്ടവരെ എങ്ങനെ ആദരിക്കണമെന്ന്, ആദരിക്കപ്പെടേണ്ടവയെ ഏത് നിലക്ക് സമീപിക്കണമെന്നുള്ള ചിന്ത നമുക്കില്ല. അല്ലാഹു തആല അന്ന് അസാസീലിനോട് പറഞ്ഞു, ഇത് നിന്റെ ഉസ്താദാണ്, ആലിമാണ് ആദമ. ആദമ ഞാൻ ബഹുമാനിച്ചയാളാണ്. ആദമ ആലിമാണ്. ആദമ നിന്റെ ഗുരുവാണ്. ഞാൻ ബഹുമാനിച്ചയാളാണ്. അതുകൊണ്ട് ഉസ്തുദൂലിയാദം, നീ ആദമിനെ ബഹുമാനിക്കണോ, നിങ്ങൾ ആദമിനെ ബഹുമാനിക്കണോ. എല്ലാവരും ആദം നബിന്റെ മുമ്പിൽ തലകുണിക്കണമെന്ന് പറഞ്ഞപ്പോ കോടാനക്കോടി മലായിക്കത്തീങ്ങളതാ മറുത്തൊന്നു പറയാതെ അനുസരിച്ചു. എല്ലാവരും വഴിപ്പെട്ടു. അല്ലാഹ് ആദരിക്കാൻ വേണ്ടി പറഞ്ഞവരെ പറഞ്ഞതിനെ, അല്ലാഹ് ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞവരെ പറഞ്ഞതിനെ അല്ലാഹുവിന്റെ മലായിക്കത്തീങ്ങളെ ബഹുമാനിച്ചു. ഇല്ലാ ഇബ്ലീസ്, അസാസീൽ ഒഴിക, അവൻ ആദരിച്ചില്ല. അവൻ പറഞ്ഞെന്തറിയാ, എന്ത് റബ്ബേ നീ പറയണ, അന ഖൈറും മിൻഹാ ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. ഞാനല്ലേ റബ്ബേ ഓനെക്കാളും മേലെ എന്റെ പൈസ ഉണ്ട്, എന്റെ അധികാരമുണ്ട്, എനിക്ക് ഗ്ലാമർ ഉണ്ട്, എന്നെ തീ കൊണ്ടാണ് പടച്ചത്. എല്ലാം കൊണ്ടുള്ള ക്വാളിഫിക്കേഷൻ എനിക്ക് ഓനെക്കാളും കൂടുതലുണ്ട്. പിന്നെ ഞാൻ ഓന്റെ മുമ്പിൽ ചെറുതാവണ, ഓനെ ഞാൻ ബഹുമാനിക്കണ. പറ്റില്ല അല്ലാഹ്. ആ സമയത്ത് പടച്ചറബോനോട് പറഞ്ഞെന്തറിയാ, ശരി നീ പറഞ്ഞത് ഒരു കുറച്ചെങ്കിലും കറക്റ്റ് ഉണ്ട് എന്നല്ല. പടച്ചറബ് പറഞ്ഞു, കടക്കടോ പുറത്ത്, പോ പുറത്ത്,
സ്വർഗത്തിന്റെ പടിയടച്ച് പിണ്ടം വെച്ച് കാലാകാലം അവനെ ലാനത്തിട്ടിട്ട് ഗെറ്റ് ഔട്ട് അടിച്ചോ. ഹറമലൈഹിൽ ജന്ന, അവന്റെ മേലുള്ള സ്വർഗം നിഷിദ്ധമാക്കി, അവന് സ്വർഗപ്രവേശനമില്ല. അമലില്ലാത്തവൻ തൗബ ചെയ്താൽ അല്ലാഹു പൊറുക്കും. അതേ സമയത്ത് കുരുത്തക്കേട് കാട്ടിയവൻ തൗബ ചെയ്താലും അല്ലാഹു പരിഗണിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള മജ്ലിസുകളോട്, ഇങ്ങനെയുള്ള മഹാന്മാരോട്, ആ കാണുന്ന പള്ളികളോട്, അല്ലാഹ് ആദരിച്ച ദീനിന്റെ ശിആറുകളോട് അനാദരവ് വേണ്ട, ബഹുമാനം വേണ്ട. ചെയ്യാൻ കഴിയുന്നില്ല, കാണാൻ കഴിയുന്നില്ല, പോവാൻ കഴിയുന്നില്ല, അവിടെ പോയിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല. എന്നാലും നീ അവഹേളിക്കണ്ട, ചെറുതാക്കണ്ട, ശരിയല്ല. അല്ല പോലെ കേട്ടോ. ومن يعظم شعائر الله فإنها من تقوى القلوب. അത് ഹൃദയത്തിന്റെ ഈമാനിൽപ്പെട്ടതാണ്. ഈ മജ്ലിസിലിരിക്കുന്ന നിങ്ങളോട് പറയട്ടെ, ഇവിടെ അതാ 40-ൽ ഒരാളെങ്കിലും, ഒരാൾ മാത്രമെന്നല്ല, നല്ല പോലെ കേട്ടോ, ഒരാള് മാത്രമെന്നല്ല, only one എന്നല്ല, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും അല്ലാഹുവിന്റെ വലിയാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ 40-ൽ ഒരാളെങ്കിലും, അപ്പൊ 80-ൽ 2 ആളെങ്കിലും, ചിലപ്പോ 40-ൽ 40 ആളും നിങ്ങളെല്ലാം നല്ലവരാണ്. അല്ലാഹു തആല ഞങ്ങളെല്ലാവരെയും നന്നാക്കി തരട്ടെ. ഒരു വേള ഇപ്പൊ അവനവനെ കുറിച്ച് അവനവനറിയാലോ. എനക്കിപ്പോ നിങ്ങൾ എല്ലാവരും നല്ലവരാണ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും സത്യത്തിൽ ഞാൻ മനസ്സാക്കിയിട്ട് തന്നെ പറഞ്ഞേ, ഞാൻ നിങ്ങളെ ആക്കിയിട്ട് പറഞ്ഞൊന്നുമല്ല. പക്ഷെ നിങ്ങൾ എങ്ങത്താളെന്ന് ഏറ്റവും കൂടുതൽ അറിയുന്ന മാതിരി നിങ്ങൾ തന്നെ, ഞാനും നിങ്ങളും വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഞാൻ എത്ര നല്ല ആളെന്ന് എനിക്ക് അങ്ങനെ തോന്നും. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ തട്ടം തല കിട്ടുമ്പോ മിസലം കാണുമ്പോ മോശമല്ല കൈമുത്താന്നല്ലേ? എന്റെ ഉള്ളറിയുന്നവൻ ഞാനാണ്. അല്ലാഹു തആല നല്ലവരെ വർക്കത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കട്ടെ. അല്ലാഹു ഞങ്ങളെ ഈമാൻ സലാമത്താക്കട്ടെ. അല്ലാഹു ഞങ്ങളെ പുറം നന്നാക്കിയതിനേക്കാളേറെ ഞങ്ങളെ കൽബ് നന്നാക്കട്ടെ. അൽഹംദുലില്ലാഹ്, മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു 40-ൽ ഒരാളെങ്കിലും. ഞാനിത് ആമുഖമായിട്ട് പറയണത് എന്തറിയാ, ഞങ്ങളെ ഈമാൻ ഒന്ന് ക്ലിയർ ആവണം. കുറെ നിസ്കരിക്കണ്ട, നിസ്കാരം 5 നേരം മതി. കുറെ നോമ്പും വേണ്ട, നോമ്പാ ഫർളും സുന്നത്തും മാത്രം മതി. കുറെ ഓത്തും വൈത്തും വേണ്ട, അതിന്റെ കണക്കിന്റെതു മതി. പക്ഷേ അതബ് ബഹുമാനം എന്നത് ധാരാളം വേണം, അത് നല്ലോണം വേണം. അവിടെ ഞങ്ങൾ ഒരിക്കലും ബാക്കടിക്കരുത്. അതബെന്നത് വലിയ ഈമാനാണ്. പള്ളികളോടായാലും മഹാന്മാരുടെ മക്ബറകളോടായാലും ഇതുപോലെയുള്ള മജ്ലിസുകളോടായാലും ഖുർആൻ പഠിക്കുന്ന നല്ലവരായ ഹാഫിളീങ്ങളോടായാലും ഈ വലിയവരായ ആലിമീങ്ങളോടായാലും നാടിന്റെ വല്ല നേതൃത്വമാകുന്ന ഉമറാക്കളോടായാലും പ്രായം തികഞ്ഞവരോടായാലും നല്ല ബഹുമാനം വേണം. അത് ദീനിന്റെ ഏറ്റവും വലിയ കാതലാണ്. പറഞ്ഞല്ലോ, ഇത് സ്വർഗത്തിന്റെ തൊപ്പാണ്. ഇവിടെയുള്ള ദുആക്ക് ഇജാബത്ത് നിർബന്ധമാണ്. ഇവിടെ 40-ൽ ഒരാളെങ്കിലും അല്ലാഹുവിന്റെ വലിയാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, പൈക്കമക്കാമിന്റെ പരിസരത്ത് തടിച്ചുകൂടിയ നല്ലവരായ എന്റെ മുഅ്മിനീങ്ങളോട്, മുസ്ലിമീങ്ങളോട്, ബഹുമാന്യരായ നിങ്ങളോട് സ്നേഹത്തോടെ പിരിശത്തോടെ പറയട്ടെ, ഈ സ്വർഗത്തിന്റെ തോപ്പിലെ ഇരുത്തം നിങ്ങളെ ചന്തമാക്കണേ, ചേലാക്കണേ. അതതിനോടുള്ള ബഹുമാനമാണ്, അത് ഈമാനാണ്. അപ്പൊ നിങ്ങൾ എതിർലി കാലി കസാര കാണുന്നെങ്കിൽ ഒന്ന് ബാക്കിലുള്ള അയാളെ നോക്കണ്ട, അയാളെ കബറിലൊക്കെ ഞങ്ങൾ പോകുന്നില്ല. ഞാൻ ഇത്തരം വിശദീകരിച്ച് നിങ്ങളോട് എന്റെ ബനു ഇസ്രായേൽക്കാരോടല്ല. എനിക്ക് ഇതിപ്പോ ഡേ നൈറ്റ് മാച്ച് എന്തായെങ്കിൽ എനിക്ക് ഇത്ര ആയത്തോ ദിവസം തോന്നേണ്ടി വരല്ലേ? എനിക്ക് ഇതെന്താടെ ബാക്കിയേന്? അയാള് പോട്ടുന്നല്ലേ? നാളെ കബറിലേക്ക് നിങ്ങളെ പോണ്ടി വരും, അയാള് പോകാല. നാളെ ഹിസാബിന്റെ ഇവിടെ അയാള് വരല. നാളെ സിറാത്ത് പാലത്തിന്റെ അടുത്ത വേള വരല.
നാളെ നരകത്തിന്റെ പരിസരത്ത് സ്വർഗത്തിന്റെ പരിസരത്ത് അയാളെ കാണല. അവിടെ ഞാനും നിങ്ങളോ മാത്രമോ, ഞങ്ങളെ അമല് മാത്രമാണ്. അതുകൊണ്ട് മുന്നിലുള്ളവരെ അത് ബാക്കിലൊക്കെ നോക്കുന്നേ, അയാൾ വോട്ടും ചൊല്ലിട്ട് കണ്ട, അതാണ് നമ്മളെ സ്വഭാവം. ബാക്കിൽ നിങ്ങൾ ചോദിക്കും, ഒരാൾ തിരിയല്ലേ, അയാൾ ഞരമ്പ് വലിച്ചിട്ടുണ്ടോ, അങ്ങനെ തിരിഞ്ഞ. അല്ല, ഡേ നൈറ്റ് മാച്ച് ഫുട്ബോൾ ഗാലറി ആണെങ്കിൽ ഞങ്ങൾ എപ്പോഴേ ഇരിക്കല്ലേ, ഇത്ര ദമ്മതൊക്കെ ഇടേണ്ടി വരുത്തിയ, ഇത്ര ആയിട്ടോ അതീത് ഓതേണ്ടി വരുത്തിയ. പിന്നെ ഒരു സ്വകാര്യം പറയാം, ആരോടും പറയണ്ട ഒരു സ്വകാര്യം ഞാൻ മെല്ലെ ചെല്ല, ആരും കേൾക്കുകയും വേണ്ട. എന്തറിയാ, സ്വർഗത്തിന്റെ തോപ്പ് നിറഞ്ഞെങ്കിൽ ഈ കാണുന്നതല്ല, ആ റോഡ് സൈഡിലെല്ലാം വയൽ കേൾക്കുന്നവരുണ്ട്, കാറ് ചാരി നിന്ന് വയൽ കേൾക്കുന്നവരുണ്ട്, സ്കൂട്ടറിൽ നിന്നിട്ട് വയൽ കേൾക്കുന്നവരുണ്ട്, ആ പരിസരത്ത് നിന്നിട്ട് വയൽ കേൾക്കുന്നവരുണ്ട്, ലൈവ് കണ്ടിട്ട് വയൽ കേൾക്കുന്നവരുണ്ട്, ആമീൻ പറയുന്നുണ്ട്. പക്ഷെ അവർ കേട്ടതൊന്നും വയലല്ല എന്ന് പറയുന്നില്ല, അവർക്ക് ആ വയൽ ഉപകാരപ്പെടല എന്നും പറയുന്നില്ല, അവർ ആമീൻ പറഞ്ഞത് ശരിയാവേല എന്നും പറയുന്നില്ല. പക്ഷേ അവർക്ക് സ്വർഗത്തിന്റെ തോപ്പിലിരുന്ന മഹത്വമില്ല. എന്നോട് ബേജാറാകണ്ട, സ്വർഗത്തിന്റെ തോപ്പ് ഈ മജ്ലിസ് മാത്രമാണ്. ഇൽമുൽ മജ്ലിസ്, മജ്ലിസുൽ ഇൽമ, മജ്ലിസുൽ ഇൽമ ഹിയ റൗദത്തും മിൻ റിയാദിൽ ജന്ന. അത് നാട് മുഴുവനുമല്ല, അതിവിടെ മാത്രമാണ്, അതിവിടെ മാത്രമാ. എന്റെ വിഷയമല്ല, ഞാനിത് ആവുകയായിട്ട് പറഞ്ഞ ഇതൊരു ഭാഗ്യല്ലേ നമുക്ക് തന്നെ.